അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പഴയ സിറ്റിയിലോട്ട് നമ്മളെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. സ്കോർപ്പിയോ ആണ്. കുറച്ച് ദിവസത്തെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ബെന്നി നമ്മൾ കുറച്ച് കാർസ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സ്ഥലത്തോട്ടുണ്ടായിരുന്നു. കാറൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടേക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച്. ഇനി ആ കാർസൊക്കെ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ആ കാർസൊക്കെ ഇനി നമ്മൾ ഈ സ്ഥലത്തോട്ട് നമ്മളെ സിറ്റിയിലോട്ട് നാളത്തെ വീഡിയോയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരു അതിഥിയെ കണ്ട് കേസ് എല്ലാം ഇടിച്ച് പൊളിഞ്ഞ് നമ്മളെ ഗോൾഡൻ റോൾസ് റോയ്സ് ഒക്കെ നമ്മൾ വിറ്റ് കേസ് അത് സെല്ല് ചെയ്ത്. അതാണ് സെല്ല് ചെയ്തത്. ഈ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യാൻ നേരത്ത് ആ സ്ഥലത്തിട്ട് നമ്മൾ അതിൽ പോയിട്ട് ആ വണ്ടിയൊക്കെ സെല്ല് ചെയ്ത് കളഞ്ഞ്. നമ്മളെ ഗാരേജ് ഒരു ഐറ്റം കിടപ്പുണ്ട്, കാണിച്ചു തരാം. ഇതാണ്ട് കാര്യം നമ്മളെ സാധനം നമ്മളെ ഗാരേജിൽ കയറ്റി ഇട്ടേക്കുന്നത്. നമ്മളെ ടാർസം തന്നെ ചുമയാണ്. നമ്മളെ ടാർസൻ നമ്മൾ ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ട് നമ്മളെ ഗാരേജിൽ. പിന്നെ ടാർസൻ ഒരു മോൺസ്റ്റർ ടാർസൺ ആക്കാം നമ്മളതിൽ. വേറെ നമ്മളൊരു ടാർസൻ എന്ന് പറഞ്ഞാൽ ആ ടാർസൻ നമ്മളതിലുണ്ട് ഇപ്പോഴും. അത് നമ്മളെവിടെയായിരുന്നു കിടക്കണത്. രണ്ട് ടാർസൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ ഒരു ടാർസൻ നമ്മളെ ബെന്നി എവിടോട്ടോ പോയപ്പോൾ കൊണ്ടുപോയി. നമ്മൾ അടുത്ത വീട്ടിൽ കാണിയില്ലേ. നമ്മളത് മെക്കാനിക് ഷോപ്പിൽ കൊടുത്തിപ്പം മോൺസ്റ്റർ വീല് ഇതിലാണ് പിടിപ്പിക്കാൻ പോണ ഈ ടാർസനെ. ഗൈസ്, നമുക്ക് നേരെ ഈ വണ്ടി ഇവിടെ അടുത്ത് നമ്മൾ അണ്ണനെ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം. എൻ്റെ ഓണർ നമ്മളെ ബെന്നിയുടെ നമ്മൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ബെന്നി ഇവിടെ ഇല്ലല്ലോ, അത് മെയിൻ പ്രശ്നം. പക്ഷെ നമ്മൾ വേറൊരു പയ്യനുണ്ട്, അവൻ നമ്മളെ ബെന്നി ഇല്ലാത്ത ദിവസമൊക്കെ കയറണയാണ്. എന്നവനുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ കൊടുക്കും. ചില ദിവസങ്ങളിൽ അവനും ബെന്നി ഒരുമിച്ച് ലീവ് എടുക്കും. ഓഫ് മതി പോസ്റ്റൊക്കെ ചേർക്കുക ചെയ്സ്. ഒന്നോ ആക്സിഡൻറ്റ് ഹോ ഗയാ. ഇപ്പോൾ ഗായ്സിന് നേരെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കണേ നമ്മൾ. ഈ വണ്ടി മൊത്തം തൊലഞ്ഞ വണ്ടിയാണ് ടാർസൺ. തലയും ഞാൻ ശരിയാക്കും. ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടി തലഞ്ഞാലും എത്ര തലഞ്ഞാലും ഞാൻ ശരിയാക്കി വയ്ക്കുമെന്ന് ശരിയാക്കിയിടുക. മറ്റൊക്കെ നമ്മൾ താറും കൂടെ എടുക്കും. താറ് നല്ല ചുമയുണ്ട്. അയ്യോ, ഞാനൊരു പറഞ്ഞത് ഇങ്ങോട്ടൊന്ന് കണ്ടാക്കി. നമ്മളെ ഷോറൂം മൊത്തം ശൂന്യമാണ്, ഒന്നും ഒരു വണ്ടിയില്ല. നാളത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കോ. മൊത്തം വണ്ടി സിറ്റിയിലുള്ള എല്ലാ വണ്ടിയും നമ്മൾ വാങ്ങിച്ചത് ചെറിയ ഉള്ള. ഇതാണ് നമ്മൾ ചെറുക്കൻ്റെ ഷോറൂം എന്നാണ് കാണണേ. കണ്ണു വിളിച്ചു വയ്ക്കാം. ഹലോടാ. അവൻ വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് കേട്ടാ. സ്വിച്ച് ഓഫ് ആണ്, വേറൊരു കോളിലാണ്. ഒന്നുകൂടെ വിളിച്ചിട്ട് കേട്ടാ. ഹലോടാ, നീ കടയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് വരോളന്ന്. ഓ ശരി. അതായത് അവൻ കടയിൽ ലീവല്ല, അവൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരൂ എന്നൊക്കെയാണ് പറയുന്നത്. ലീവ് എടുത്തില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ പോകും. റെഡി അവൻ വന്ന് ടാർസൻ ശരിയാക്കിയിട്ട് പോകാൻ സമയത്തേക്ക് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അപ്പുറത്ത് പോയി ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ മോൺസ്റ്റർ ടാർസൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ പറഞ്ഞെന്ന് പറയാം. ചെറുക്കന് ക്യാമറ പേടിയാണ്. അതുകൊണ്ട് ക്യാമറ പേടിയൊന്നുമില്ല, എന്നാണോ ചെറുക്കൻ വരുന്നില്ലേ നമ്മളെ അടുത്തോട്ട്. അവൻ കടയിലേക്ക് വരുന്നില്ലേ. ഈ വണ്ടി ഇപ്പോൾ ഇരിക്കുമ്പോൾ ലോറി ഇരിക്കുന്ന ഫീലുണ്ട് എനിക്ക്.
മോനെ പിന്നെ ഇടിച്ച് വീശി എന്നിട്ട് മോൺസ്റ്റർ ട്രക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം കെടുക്കാൻ താറുണ്ട് മോൺസ്റ്റർ. അതിന് നമ്മൾ ചിലപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കൊണ്ടുവരും. നമ്മളെ ബെന്നി മറ്റേ ടാർസിനെ കൊണ്ട് അവിടെ പോയി. മറ്റേ ടാർസൻ നമ്മൾ ബെന്നിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ബെന്നിക്ക് ഇപ്പം ആവശ്യമുള്ളപ്പം എടുത്തോട്ട് ബെന്നി അത് അവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ. നമ്മളെ താറിപ്പം നേരത്തെ പറഞ്ഞേ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ കാണിക്കുന്നത്. പറ്റുമെങ്കില്ല നമ്മൾ ഇന്ന് ഉറപ്പായിട്ട് കാണിച്ചിരുന്നു ആ താറ്. ഒരു മോൺസ്റ്റർ ബെഡാക മോൺസ്റ്റർ താറാണ്. അതായത് നമ്മൾ സ്കോർപ്പിയോ നമ്മളെ കൂട്ടുകാരനുണ്ട് പേര് ഹാഫിസ്. അവൻ വന്നെടുത്തോണ്ട് പോയി. ഹാഫിസിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ വായി നോക്കൽ. ദാറ്റ് ഈസ് ഹാഫിസസ് മെയിൻ. അവൻ പൂവൻ കോഴിയാണ്. പൂവൻ കോഴി വായി നോക്കലാണ് ഹാഫിസിൻ്റെ മെയിൻ. അതുകൊണ്ട് ആസിഫിൻ്റെ മെയിൻ വായി നോക്കലാണ്. അതുകൊണ്ട് ആസിഫ് വണ്ടി എടുത്തുണ്ട്. നാളെ താറിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. സാറിന് ആൾക്കാരൊന്ന് വിളിച്ചെങ്കിൽ നോക്കാം കേട്ടോ. ഹലോ ഡേ, വണ്ടി എപ്പോൾ എത്തും? ശരി ഗൈസ്, ഇപ്പം തന്നെ വണ്ടി എത്തും ഗൈസ്. വേറെ വണ്ടിയാണ്. നമുക്ക് വണ്ടി എത്തിയിട്ട് കാണാം ഗൈസ്. അത് വെയിറ്റ് ചെയ്യേണ്ടി വരൂലേ. അപ്പോൾ ഗൈസ് നമ്മളെ ചെറുക്കൻ വണ്ടി കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. വാ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരനൊക്കെ വന്നിട്ട് നമ്മൾ ടാർസം കൊണ്ടുപോകും ഗൈസ്. മോൺസ്റ്റർ ആക്കിയിട്ടത്തിന് ഓടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അവൻ ചിലപ്പോൾ എടുത്തോണ്ട് പോകും, ചിലപ്പോൾ എടുത്തോണ്ട് പോയില്ല. അങ്ങനെയാണ് ഗൈസ്. ചാൻസ് കൂടുതലാണ് എടുത്തോണ്ട് പോയിരിക്കും, അല്ലെങ്കിൽ നാളെ. ഈ താർ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. നല്ല വണ്ടി ഗൈസ്. നല്ല ഓഫ് റോഡ് ഞങ്ങൾക്ക് പോകാൻ കൊള്ളാം. ഈ താറ് നമുക്കേ പോയി. ഈ താറ് നമുക്ക് കൊണ്ടുവന്ന് തന്ന ഒരാളുണ്ട്. അവന് ആരാണെന്ന് അറിയാമോ ഗൈസ്? അവൻ്റെ ഒരു വണ്ടി എടുത്ത ഒരു വർഷം എടുക്കും ഇങ്ങോട്ട് തിരിച്ചു തരാൻ. അവനും കൂടെ കാണുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് പറയണത്. നമ്മളെ ഈ താറുണ്ടല്ലോ ഗൈസ്, ആദ്യം സ്റ്റോക്ക് വണ്ടിയായിരുന്നത്. സ്റ്റോക്ക് താറായിരുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകും, താരയൊക്കെ ചെയ്യുമായിരുന്നു ഗൈസ്. കുറച്ച് കാലത്തിന് ശേഷമേ നമ്മൾ ഫുൾ മോഡിഫൈ ചെയ്ത് അപ്ഗ്രേഡൊക്കെ ചെയ്ത് പൊളി വണ്ടിയാക്കിയിട്ടേ ഒരു ദിവസം ഉണ്ടല്ലോ ഗൈസ്, അവനങ്ങ് ഓടിക്കാൻ കൊടുത്ത് അവനോടെ പോകണമെന്ന് പറഞ്ഞ് ചോദിച്ച് ഒരു ദിവസം 2 മാസം ഇല്ല, 2 മാസം ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ വണ്ടിയാണ്. 1-2 വർഷമായി എനിക്ക് എൻ്റെ കൈ തൊട്ടിൽ. എവിടെ പോയി കിടന്നു ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ അവന് ടൂറ് പോയായിരുന്നു. അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി കൊണ്ടിറക്കിയപ്പോൾ അതാണ് ഞാൻ ചെറുത് വീഡിയോ ഒന്ന് കട്ട് ചെയ്ത. വണ്ടി ഒന്നും വരുന്നത് ഞാൻ കണ്ടോണ്ടാണ് വീഡിയോ കട്ട് ചെയ്ത. കാവാലം പുളക്കൊന്ന് കൊടുത്ത് വേറെ അപ്പോൾ നമ്മളത് ഒരു ചെടിയുടെ ഇടയ്ക്ക് സെൽഫി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസിലിട്ട് എൻ്റെ മൈത്താർ ഇട്ടിട്ടുണ്ട്. സ്മിത്ത് ജുറാസിക് പാർക്ക് എന്നൊക്കെ ഇട്ട് കേസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളതൊക്കെ നോക്കണേ. റോബ്ലോക്സ് കളിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ റോബ്ലോക്സ് കളിക്കുന്ന ഒരാളാണ്. അമ്മാർ ഗെയിമർ ബോയ് 777, അമ്മാർ ഗെയിമർ ബോയ് 777 പേരാണ്. നമ്മൾ മറ്റേ പോലീസിൻ്റെതൊക്കെ കളിച്ച് ഹാർഡൊക്കെ എത്തി മൊത്തം ജയിച്ചു. സ്വാറ്റിൻ്റെ ഹെലികോപ്റ്ററൊക്കെ എടുത്തില്ല, പറന്ന് പൊളിയായിരുന്നു. നമ്മളീ വണ്ടി ഇത് കിണ്ണം വണ്ടിയാണ്. കിണ്ണം എന്ന് പറഞ്ഞാൽ കിണ്ണം
എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് മറ്റേ നമ്മളെ വണ്ടിയിലെടുത്തിട്ട് പോയി കാണാം. അവ എടുത്തിട്ട് പോയാൽ തിരിച്ച് തരുന്നവനാണ്. ഗൈസ് എടുത്തിട്ട് പോയില്ല, സമാധാനമായി. നല്ല സമയമുണ്ട്. നമ്മളീ ബുള്ളറ്റ് അതിൻ്റെ ഒരു നമ്മൾ ഷോർട്ടാക്കിയാണ് അതിൻ്റെ ബുള്ളറ്റിൻ്റെ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പണ്ടിട്ട് നമ്മൾ ഒത്തിരി പോവാറായിരുന്നപ്പോൾ താമസിച്ചിട്ട് പഴയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ പണ്ട് നമ്മളായിട്ടിരുന്നപ്പോൾ ഉപയോഗിച്ചൊരു ബുള്ളറ്റായിരുന്നു. ഈ സാധനത്തിന് ആ വീട് ഞാൻ മാറി പുതിയ വീടൊക്കെ ആയപ്പോഴേ ഈ സാധനത്തിന് എവിടെ തപ്പിട്ട് കാണാനില്ല. ലാസ്റ്റ് ഇപ്പോൾ ബെന്നി ഇപ്പോൾ ആ വീടിൻ്റെ അടുത്തൊരു വാടക വീട്ടിലായിരുന്നു. ആ വീട് ഇപ്പോഴും നമ്മളെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ബെന്നിക്ക് ആ വണ്ടിയും കൊടുത്ത് ആ വീടങ്ങ് കൊടുത്തപ്പോൾ ബെന്നിയാണെങ്കിൽ വീടിന് ഗരേജ് നിർത്തിയേക്കുന്നൊരു സമയത്തുണ്ടല്ലേ ഇതാണ്ടൊക്കെ കിടക്കണ്. വണ്ടി മൊത്തം തൂരുമ്പ് പിടിച്ച് അലമ്പായി കിടക്കുകയല്ലേ വണ്ടി. പിന്നെ നമ്മളെടുത്ത് ശരിയാക്കിയതാണ് ബെന്നി. നമ്മളെടുത്ത് ബുള്ളറ്റ് കിട്ടിയെന്നാണ് സന്തോഷത്തോടെ നമ്മൾ ഓടി പഠിച്ചു പോയി. അപ്പോൾ ബെന്നി ശരിയാക്കി വെച്ചേക്കുന്നു വണ്ടി. നമ്മൾ സന്തോഷമായി പോയി. ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തില്ലെങ്കിൽ ഞാൻ കരയുമേ. ഗൈസ് നമ്മൾ ഇനി കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്യണമെങ്കിൽ നാളെ വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ.